വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള പാക്കിങ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഗായ്സ്. സി ഗായ്സ്, ഇന്നാണ് നമ്മൾ പോകുന്നത്. ഇന്നാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഭയങ്കര അച്ചടക്കമുള്ള ഒരു ജീവിതമല്ല, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്നെ പറ്റി. അപ്പം ഇന്നൊരു 6:30-7 മണിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. 7 മണി 7:30 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ അതിനു മുമ്പ് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം, കുളിക്കണം, പല്ല് തേക്കണം, വൃത്തിയാക്കണം, ഭയങ്കര സ്റ്റൈലായിട്ട് ഒരുങ്ങണം. ഇതൊക്കെ എനിക്ക് ചെയ്യണം. ഒറ്റയ്ക്കാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. രാവിലെ എണീച്ചപ്പോൾ ഞാൻ കുറച്ച് കുണം തിരിഞ്ഞായിരുന്നു എണീച്ചത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ബാഡ് അടിക്കൽ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ ആം ഓക്കെ, ഐ തിങ്ക് സോ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള സാധനം മാത്രം പാക്ക് ചെയ്യണം. സാധാരണ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ണി കണ്ടതും മൊത്തവും പാക്ക് ചെയ്യും. ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ചൂല് കാണുകയാണ്, അപ്പം ഞാൻ വിചാരിക്കും അയ്യോ ചിലപ്പോൾ എനിക്ക് അവിടെ തൂക്കേണ്ടി വന്നാലോ, ചൂലിരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ അതെടുത്ത് വെക്കും. അതുപോലെ ചൂല് ശരിക്കും ഞാൻ ചൂല് കൊണ്ടുപോകാൻ നല്ലൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ചില മണ്ണുണ്ണി മരക്കാരന്മാർക്ക് അത് കത്താറില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് എടുത്ത് പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ, അപ്പോൾ കയ്യിൽ കിട്ടുന്ന എല്ലാം ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നൊരു പരിപാടി എനിക്കുണ്ടായിരുന്നു. ഈ വട്ടം ഞാനത് ചെയ്യില്ല. ആവശ്യത്തിന് വേണ്ടുന്നത് മാത്രമേ ഞാൻ പാക്ക് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചത്. നടക്കുമെന്ന് പറഞ്ഞുകൂടാ. പോരാത്തതിന് 5 കിലോ നമുക്ക് മാറ്റി വെക്കണം. ടോട്ടൽ നമുക്ക് 20 കിലോ ബാഗും ലഗേജും പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് ഒരു 5 കിലോ 7 കിലോയും നമുക്ക് കൊണ്ടുപോകാം. ഹാൻഡ് ക്യാരി മറ്റേത് 20 കിലോ. അപ്പോൾ ഒരു 5 കിലോ നമുക്ക് മാറ്റി വെക്കണം. കാരണം ഞാൻ തായ്ലാൻഡിൽ പോവാന്ന് പറഞ്ഞപ്പോഴേ അർജുൻ, ആനന്ദ്, ആൽവിൻ, വിഷ്ണുമായ ഇവർ 4 പേരുടെ അടുത്ത് ജസു വരാൻ നേരത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണേ, ഞങ്ങൾക്കത് വേണേ, ഞങ്ങൾക്കിത് വേണേന്ന് പറഞ്ഞ് ഇവർ 5 പേരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. 5 പേരല്ലേ, അർജുൻ, ആനന്ദ്, ആൽവിൻ, വിഷ്ണുമായ 4 പേര്. സോറി, ഞാനോട് ചേർത്ത് 5. ഓക്കെ. അപ്പം എന്താ, അപ്പം അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരണം, പിന്നെ പൊന്നുവിന് കൊണ്ടുവരണം, അത്താക്ക് കൊണ്ടുവരണം, ഉമ്മ കൊണ്ടുവരണം, പിന്നെ എനിക്ക് കുറച്ച് ഞുണക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് സ്പേസ് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ഈ വട്ടം പാക്ക് ചെയ്യാൻ. മനസ്സിലായല്ലോ? എപ്പോഴും ചെയ്യുന്ന പോലെ എക്സ്ട്രാ ലഗേജിന് കാശ് കൊടുക്കാൻ എനിക്ക് വയ്യ. സോ നമുക്ക് പാക്കിങ് തുടങ്ങാൻ. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഓക്കെ, ഞാൻ ഒരു വെയിറ്റ് നോക്കുന്ന മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗി വഴി. കാരണം എത്ര കിലോയാണ് കറക്റ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് കൊണ്ടുപോകും. എനിക്ക് അവിടെ പോയി പൈസ എടുക്കാൻ വയ്യാന്ന് പറഞ്ഞൊരു 10-300 രൂപയുടെ ഒരു വെയിറ്റിംഗ് മെഷീൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വാചകം അടിച്ച് ലെല്ലാം പടി നിന്ന് സമയം കളയാൻ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മൾ ഈ കാണുന്ന ഒരു എന്താ ഇനി പറയാ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ബോക്സ് മൊത്തം നമ്മുടെ തായ്ലാൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ച കുറേ ഡ്രസ്സുകളാണ്. ഒരു 1-1.5 മാസമായി ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഞാൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ കടകൾ, വെബ്സൈറ്റ് മൊത്തത്തിൽ പരതി കുറേ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൂട്ടി. ആക്രാന്തമാണ് മെയിൻ. പിന്നെ ഇതിന് എല്ലാം ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല. കുറേ സാധനങ്ങൾ ഞാൻ മാറ്റി. ഞാൻ ഈ ഇടയ്ക്കൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഓക്കെ ഇത് തായ്ലാൻഡ് വൈബാണോ അല്ല എന്നൊക്കെ തോന്നുന്ന കുറേ സാധനങ്ങൾ ഞാൻ മാറ്റി. കുറേ എണ്ണം ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്, കുറേ എണ്ണം ഞാൻ ബാലാക്കോല എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇത് ഒന്ന് അടുക്കി സെറ്റ് ചെയ്യണം. ഇത് മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഇത് മൊത്തം തന്നെ ഒരു 20-25 കിലോ ആണ്. അപ്പം നമുക്ക് ഇതിലൊക്കെ ഒന്ന് എങ്ങനെയൊക്കെ ഒന്ന് കുത്തിഞ്ഞിരിക്കും. ഇത് ഡ്രസ്സ് മാത്രമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് സ്കിൻ കെയർ കൊണ്ടുപോകണം, നമ്മുടെ മേക്കപ്പ് സാധനം കൊണ്ടുപോകണം, നമുക്ക് ചെരുപ്പ് കൊണ്ടുപോകണം, ലോട്ട് ഓഫ് ഐറ്റംസ് ഇനിയും കൊണ്ടുപോകാനുണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രോളി ബാഗ്. ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടാണ് എനിക്ക് വൈഷ്. സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കോട്ടെ. സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആണെന്നാണ് വിശ്വാസം. മൈക്കൊന്നുമില്ല, മൈക്കൊക്കെ ഗബ്രി കൊണ്ടുപോയി പരത്തനുണ്ട്. വേറെ മൈക്കല്ല, വേറെ എനിക്കറിയാലോ. അപ്പൊ നമുക്ക് ഇതിന് 2 അറയുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സും വെക്കാം, ഇവിടെ നമുക്ക് മേക്കപ്പ് ഐറ്റംസും വെക്കാം. ഇവിടെ മാത്രമായിട്ട് തന്നെ ഡ്രസ്സ് തരില്ല. നമുക്ക് വെയിറ്റിംഗ് മെഷീനിൽ ഒന്ന് ഈ ഡ്രസ്സിന്റെ മാത്രം ഒന്ന് വെയിറ്റ് നോക്കാം. എത്ര ആണ് എന്താണെന്നൊരു ഐഡിയ വേണമല്ലോ. ആദ്യമേ വെയിറ്റിംഗ് മെഷീൻ കറക്റ്റ് ആണോ നോക്കാം. കറക്റ്റാണ് ഗൈസ്, സത്യമാണ്. ഞാൻ 68 കിലോ 90 ഗ്രാമാണ്. അതുകൊണ്ട് 10 കിലോയേ ഉള്ളു. അധികം കിലോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിയ ട്രോളിയുടെ സ്പേസ് കുറവാണ്. പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ചെറുതായി തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഒതുക്കാം. നമുക്കപ്പോ ഇതിൽ ഞാനൊരു ജീൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ഇട്ടോണ്ട് പോകത്തേ ഉള്ളൂ, കാരണം ജീൻസിനൊക്കെ വെയിറ്റ് അല്ലേ. ഞാൻ ആകെ ഈ ഒരു ജീൻസേ കൊണ്ടുപോകണുള്ളൂ. ഇതായിരുന്നു ജീൻസ്. ഉണ്ടോ ഇവിടെ കിണക്കൊക്കെ ഉണ്ട്, കിണുക്കുള്ള ജീൻസാണ്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ലിപ് മാസ്ക്,
ഒളിഷവും കുറച്ച് ഐ മാസ്ക് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോകണം. സ്കിൻ കെയർ നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുപോകണം. കാരണം സ്കിൻ കെയർ നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുപോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ തായ്ലാൻഡിൽ നല്ല വെയിലാണെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, നമ്മൾ ഇതിനകത്ത് അടുക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ, അത് ആദ്യമേ ഒന്ന് വെക്കാം. ഓക്കെ, ഇത് ഞാൻ ബെസ്റ്റായിട്ട് വാങ്ങിയൊരു ഡ്രസ്സാണ്. ഇതൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ ലുക്ക്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, ഇതൊക്കെ കാണിച്ചു തരാം. ഞാൻ ഒക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ കൊണ്ടുപോകണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ലൈക്ക് ഇതൊരു പാർട്ടി വൈബ് ഡ്രസ്സാണ്. അപ്പം അവിടെ ഞാൻ പാർട്ടിക്കൊന്നും പോകാനൊന്നും പോകണില്ല. ഞാൻ സ്ഥലം ഞാൻ പറഞ്ഞല്ലേ, നീ എപ്പോഴാണ് ഓർത്ത് സ്ഥലം ഞാൻ പറയാൻ കിടക്കട്ടെ. മനസ്സിലായല്ലോ ഞാൻ അങ്ങോട്ടാ പോകുന്നത്. നമ്മൾ തായ്ലാൻഡിലേക്കാണ് പോകുന്നത്. ഞാൻ ഇപ്പോഴത് ഓർത്ത് കേട്ടോ, ഇപ്പോഴാണ് ബോധം വന്നത്, വെളിവ് വീണത് ഇപ്പോഴാണ്. അവിടെ ഞാനങ്ങനെ പാർട്ടിക്കൊന്നും പോണില്ല. ഒരു ദിവസം മാത്രം നമ്മൾ ബാങ്കോക്കിൽ പോകുന്നുണ്ട്, അതും നമ്മുടെ കരങ്ങും കിട്ടനെ കാണാൻ വേണ്ടിയിട്ട്. സോ ഈ ഡ്രസ്സിന്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല. ഓക്കെ, വേണ്ട. അപ്പൊ നമുക്ക് ഈ ഡ്രസ്സ് വേണ്ട. പോരാതെ ഇതിന് അത്യാവശ്യം വെയിറ്റും ആണ്. ഇതൊരു ജംപ് സ്യൂട്ടാണേ. ഇത് വേണ്ടല്ലേ? വേണ്ട. ഇത് വെക്കാൻ കുറച്ച് സ്പേസ് വേണം, അത് വേണ്ട. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം. ഇതൊരു ജംപ് സ്യൂട്ടാണ്. ഇത് ആക്ച്വലി നല്ലൊരു ജംപ് സ്യൂട്ടാണ്. അയ്യോ, ഇതിനകത്ത് സ്ഥലമില്ലടാ, എന്ത് ചെയ്യും? തേങ്ങ വാങ്ങിച്ചപ്പോൾ കുറച്ചുകൂടി വലിയ ട്രോളി വാങ്ങിക്കേണ്ടായിരുന്നു. അയ്യോ, എന്ത് ചെയ്യും? ഇതെങ്ങനെ ഇത്ര ചെറിയ ട്രോളി ആയി പോയെന്നാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ വാങ്ങിയപ്പോൾ ഇതിലും കുറച്ചുകൂടെ വലുതല്ലായിരുന്നു. നോക്കാം. ഇത് നല്ലൊരു ഡ്രസ്സാട്ടോ. ഇത് നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോ പറയട്ടെ, ഞാൻ അങ്ങോട്ട് ബെലസും. എന്റെ ബെലസിൽ കണ്ട് നാട്ടുകാർ കുറെ പേരെ കൊണ്ട് ബെലസും. ഓക്കെ, ഇതും അടിപൊളിയാണ്. എത്ര ജോഡിയെന്ന് നമ്മൾ എണ്ണണം. 1 2 3 4 പീസായി. എടാ, ട്രോളി നിറഞ്ഞത്. നമ്മളിനി എന്ത് ചെയ്യും? കുത്തി നിറയ്ക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. സെറ്റ് ചെയ്യണം. ചിന്നു എങ്ങനെയൊക്കെ നിറയ്ക്കണം. ഇതാണ് ഇതിൽ ഞാൻ കൊള്ളിക്കണ്ടല്ലേ? ഇത് എന്ത് ചെയ്യും? ഇല്ല, ഇതില് പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പഴയ ട്രോളി എടുക്കും. അതല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. ഇതില് പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും. ഓക്കെ, ഇതും അടിപൊളിയൊരു ഡ്രസ്സാണ്. അപ്പം നമ്മൾ 5 ഡ്രസ്സായി. 5 എണ്ണേ ഞാൻ മടക്കി വെച്ചിട്ടുള്ളൂ. ഇനി നോമ്പെടുക്കാൻ പോകുന്നതെല്ലാം നോമ്പ് മടക്കാത്ത ഡ്രസ്സുകൾ. ഇപ്പൊ എന്താ കാണണേ? അക്ഷയപാത്രോ തീരുന്നില്ലല്ലോ. അയ്യോ, എന്റെ പൊന്നേ, പറയുന്നതിനൊക്കെ ഡ്രസ്സൊക്കെ ഇനി എന്ത് ചെയ്യാൻ? വിളിച്ചു നോക്കട്ടെ. സോ ഗൈസ്, നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ അബദ്ധം പറ്റിയിരിക്കുകയാണ്. ഈ ട്രോളി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബിക്കോസ് ഈ ട്രോളിക്കകത്ത് സാധനം കൊള്ളില്ല. ഞാനൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ സ്കിൻ കെയറും അതും ഇതൊക്കെ നിറയ്ക്കാം. ഞാൻ അപ്പോഴത്തേക്ക് ട്രോളി സ്വിഗ്ഗിജീന് ചെയ്തിട്ടുണ്ട്. ആ ചേട്ടൻ കൊണ്ടുതരുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. എന്നാ കഷ്ടകാലം എന്ന് പറയുന്നത് കാശിക്ക് പോയാലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വണ്ടി പിടിച്ച് വരുമെന്നാണല്ലോ. അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ തലയ്ക്ക് ഭ്രാന്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. കൺഗ്രാജുലേഷൻ ഫോർ മൈ മെൻ്റൽ ഹെൽത്ത്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ സാധനം എന്താണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യുക എന്നുള്ളതിലോട്ടാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. സോ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ തട്ടാം. ആക്ച്വലി എനിക്ക് ഞാൻ എടുക്കുന്ന കുറച്ച് സാധനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോയ്സ്ചറൈസർ, എന്ത് പണയുന്നേ, ഒരു ടോണറൊക്കെ തീർന്നോ? ഓക്കെ, അത് തീർന്നെങ്കിൽ ഇതെടുക്കാം. രണ്ടും തീർന്നോ? ഇതെന്തൊരു പാടിത്. ടോണർ, പിന്നെ നമുക്കൊരു സെറം എടുക്കാം. സെറം നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് കയ്യിലെടുക്കണം. പിന്നെ സൺസ്ക്രീൻ ഞാനാണെങ്കിൽ
വട്ടാണ് ഇപ്പോൾ പറയുക ആൾക്കാർ. നന്ദി. സൺസ്ക്രീൻ ഞാനാണെങ്കിൽ ഒരു സ്പ്രേ സൺസ്ക്രീനും വാങ്ങിയിട്ടുണ്ട്, ഒരു ബോഡി ലോഷൻ സൺസ്ക്രീനും വാങ്ങിയിട്ടുണ്ട്. ബോഡി ലോഷൻ സൺസ്ക്രീൻ എനിക്ക് ഒന്നും ഹാൻഡ് ക്യാരിയിൽ എടുക്കാം, കാരണം അത് ഭയങ്കര ചെറുത്, അത് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഹാൻഡ് ക്യാരിയിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇതിനകത്ത് തട്ടാം. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫേഷ്യൽ ഒരു സെക്കൻഡ്. ആ കിട്ടി. ഓക്കെ. രോഹിത് വിളിക്കുന്നില്ല തമ്പുരാനെ. രോഹിത്തിൻ്റെ അടുത്ത് സ്വിഗ്ഗി ജീന് ചെയ്ത, പക്ഷെ രോഹിത് അനങ്ങുന്നില്ല. രോഹിത് തേച്ചോ അറിയാനും വയ്യ. ഓക്കെ, നമുക്കപ്പം ഇതിനകത്ത് 2 കാറ്റഗറിയുടെ ഞാൻ തിരിക്കുന്നുണ്ട്. മീൻസ് എനിക്ക് എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ടുള്ള എപ്പോഴും എടുക്കാനുള്ള നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ് വേറൊരു കുഞ്ഞ് പാക്കറ്റിലും അല്ലാത്ത സ്കിൻ കെയർ ഐറ്റംസ് ഒരു വലിയ പാക്കറ്റിലുമായിട്ട് 2 കാറ്റഗറി ആയിട്ട് ഞാൻ ഇതിനെ തിരിക്കുന്നുണ്ട്. ഇതായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയ സ്പ്രേ അടിക്കുന്ന സൺസ്ക്രീൻ. ഇത് നമുക്ക് എടുക്കാം എന്തായാലും, കാരണം നമ്മൾ കൂടുതലും പോകുന്നത് ബീച്ച് ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട്, അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. പിന്നെ ഒരു സ്റ്റിക്ക് സൺസ്ക്രീൻ ഉണ്ട്. ഈ ചെറിയ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റാവേ, കാരണം ഇതൊക്കെ നമുക്ക് മാറ്റാം, കാരണം ഇതൊക്കെ പിന്നെ ഇത്ര മതി. ഇതിൻ്റെ ഒരു 10 ഒക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് കൂടുതലും. അപ്പം നമുക്ക് അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് മാറ്റാം. എനിക്ക് എങ്ങനെ ചില്ലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ചില്ലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നല നിങ്ങളുടെ. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ അത് നമുക്ക് കയ്യിലെടുക്കാം. ഇത് ആക്ച്വലി തീരാറായത്, അപ്പം നമുക്ക് ഈ തീരാറായത് മാറ്റിയിട്ട് ഫ്രഷ് പീസ് എടുക്കാം. ഇത് എൻ്റെ കയ്യിൽ സ്റ്റോക്കാട്ടോ, ഈ വാസലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ സ്റ്റോക്കാണ്. കാരണം എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സ്കിന്നിന് ഭയങ്കര ബ്രൈറ്റ് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറേ പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ അങ്ങനെ ആ ഒരു സാധനം എൻ്റെ സ്റ്റോക്കില്ല കേട്ടോ. മക്കളെ മാമിയെ ചതിക്കല്, സ്റ്റോക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുമ്പോൾ, സാധാരണ നമ്മുടെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ടില്ലേ ഓയിലി ഒഴിയാക്കത്തില്ലേ, ഇത് ഒട്ടും നമ്മളെ സ്റ്റിക്കി ആക്കാതെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തേക്ക് ഇങ്ങനെ ചേരും. അതാണ് എനിക്ക് ഈ മോയ്സ്ചറൈസറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ അത് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മതിയോ? ഒരെണ്ണമൊക്കെ മതിയായിരിക്കില്ലേ? മതി. പിന്നെ കുറയ്ക്കും. ഓക്കെ, ഒരു ബോഡി മിസ്റ്റ് എടുക്കാം. സ്പ്രേ ഗബ്രിയേഡ് കണ്ട്, അപ്പം നമുക്കത് ഈസ്ക്കാം. അത് നമുക്ക് നോക്കണ്ട. ഇതിൻ്റെ തന്നെ ഒരു ബോഡി ലോഷൻ ഉണ്ടാകും. ഓക്കെ, ബോഡി ലോഷൻ ഒരെണ്ണം എടുക്കാം. ഇപ്പം തന്നെ ഒരുപാട് സാധനമായോ? വെയിറ്റ് ആയോ? ഇപ്പം തന്നെ ഒരുപാട് വെയിറ്റ് ആയില്ലേ? ഇതാ എനിക്ക് വട്ട, അതാണ് സംഭവം, പ്രശ്നം അതാണ്. ഞാനിപ്പം ഒന്ന് ആലോചിച്ചിട്ട് വരാം. ഗൈസ്, നമ്മളെ രോഹിത് ഒരു മനസ്സാക്ഷി ഇല്ലാതെ തേച്ചിരിക്കുകയാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ വേറെ എന്തൊക്കെയോ വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് നമ്മുടെ ഏജൻസിയിൽ പുള്ളിക്കാരിയെ കുറിച്ച് ട്രോളിയില്ല എന്തെങ്കിലും ചെയ്തൊക്കെ പറഞ്ഞ് വിളിച്ച് ഞാൻ എങ്ങനെയാലും ഞാനൊരു സംഭവം സെറ്റ് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് അറിഞ്ഞൂടാ. കുറേയൊക്കെ എൻ്റെ തെറ്റുണ്ട്, കാരണം ഇപ്പോഴല്ല പാക്ക് ചെയ്യേണ്ടത്, കുറേ ദിവസങ്ങൾക്ക് മുമ്പേ പാക്ക് ചെയ്ത് വെക്കേണ്ടായിരുന്നു. പക്ഷെ എൻ്റെ എല്ലാ സാധനങ്ങളും, ഞാൻ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഇന്നലെ വരെ വന്നതിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ വിചാരിച്ചു ഓക്കെ എല്ലാം വന്നിട്ട് ഒരുമിച്ച് പാക്ക് ചെയ്യാം എന്ന് കരുതി ഇരുന്നിടത്തും എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ പോട്ടെ, നമുക്ക് എപ്പോഴും പോസിറ്റീവായി പിടിക്കാം, നമുക്ക് ചില്ലാവാം. സോ നമ്മളിത് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമ്മൾ കുത്തിക്കയറ്റാനായിട്ട് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെടുത്തു ഇതെടുത്തു. ഇതല്ലല്ലോ, ഇതിൻ്റെ വേറെ ഇതെടുത്തു. ഇത് പൊട്ടിക്കണം, അങ്ങനെ പൊട്ടിക്കണം. ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം: നമ്മൾ വായും കീറി നടക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് അപ്പോൾ ചെയ്യണം. ഗുണപാഠം കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, നമ്മൾ ട്രോളിക്കുള്ള വകയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ എടുത്തു. സൺസ്ക്രീൻ എടുത്തു, മോയ്സ്ചറൈസർ എടുത്തു, ടോണർ എടുത്തു, പെർഫ്യൂം ഇൻ ദ സെൻസ് മിസ്റ്റ് എടുത്തു. പെർഫ്യൂം നമുക്ക്
ഗബ്രയുടെ അടിച്ച് മാറ്റാം. മോയ്സ്ചറൈസറും പിന്നെ മണി. ഓക്കെ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് വേണ്ടാത്ത മേക്കപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്നും എടുത്ത് യൂസ് ചെയ്യാത്ത മേക്കപ്പ് ഐറ്റംസും ഇതിൽ തന്നെ നമുക്ക് വെക്കാം. അപ്പം പിന്നെ അങ്ങ് ഇരുന്നോളുമല്ലോ. പൗഡർ ഇതിനകത്ത് ഐബ്രോ ഫില്ലറ്, ലിപ് ബാം വേണം, ഇത് വേണം, ആ മോയ്സ്ചറൈസർ വേണം. ഈ എല്ലാ സെറവും കൂടെ എന്തിനാ? ഒരു സെറം മതി, വലിയ പട്ടിച്ചൊന്നും വേണ്ട. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ബാഗിൽ വെക്കാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ബാഗിൽ തന്നെ വെക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കാം. ഇത് നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കാം. ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും സാധനങ്ങളും എല്ലാം വെക്കാനുള്ള ഒരു വേറെയും കൂടെ ഉണ്ട്. എന്തോ എവിടെയോ ഒരു പാടൽ പോലെ തോന്നുന്നതാവും അല്ലേ? തോന്നിയായിരിക്കും. then we put some മിറർ അവർ പൊക്കും. നമ്മൾ മിററിൻ്റെ ആവശ്യമില്ലല്ലോ. ഐ ഷാഡോയിൽ മിററുണ്ട്, പിന്നെ എല്ലാ മിററൂടെ നിർത്തിന് എൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു ലിപ് ബാം എടുക്കുന്നുണ്ട്, ഒരു ചെരു എടുക്കുന്നുണ്ട്, ഒരു കുഞ്ഞു സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്, പ്ലസ് മോയ്സ്ചറൈസർ രണ്ടുകൂടെ ഒറ്റയടിക്ക് പൊക്കോളും. പിന്നെ ഇത് പ്രോസ്ട്രോ ക്രീമാണ്. ഇത് നമുക്ക് കൈ വെച്ചേക്കാം. ലിപ്സ്റ്റിക്ക് ഞാൻ ഇത് മൂന്നും മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തിനാ എല്ലാ ലിപ്സ്റ്റിക്കും കൂടെ കെട്ടിപ്പറക്കൊണ്ട് പോകുന്നേ? എൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. നാട്ടി പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട, ഇറ്റ്സ് ഓക്കെ. ഈ ബ്ലഷ് ആക്ച്വലി എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്ലഷ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ബ്ലഷും കൊള്ളാം. ഇതിനധികം വെയിറ്റ് ഒന്നും മാത്രമേ ഇത് എടുക്കാൻ കുഴപ്പമില്ല. ഓക്കെ, കൺസീലർ, ഈ സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് അതിൽ തന്നെ ഇടാം, കാരണം ഇത് നമ്മൾ എടുക്കണതല്ല. അപ്പം ഇതിൽ തന്നെ ഇടാം. ഞങ്ങൾക്ക് ഇതിൽ 2 ലിപ്സ്റ്റിക്ക് കൂടി ഇടാല്ലേ. ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ടേക്കാം. റെഡ് ഇതാണോ? റെഡ് വേറെ ഇല്ല. റെഡ് വേറെ ഉണ്ടായിരുന്നല്ലേ? റെഡ് ഒന്നും ഉണ്ടായിരുന്നല്ലോ. സെഫോറ. ഓക്കെ, ഇത് അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ടോണർ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. വെള്ളം അവർ മാറ്റി വെക്കത്തില്ലേ? ഞാൻ ടോണർ കഴിഞ്ഞോട്ടോ കൊണ്ടുപോയില്ലല്ലോ. ഇല്ല, വെള്ളം കൊണ്ടുപോകാൻ ഹാൻഡ് ക്യാരി ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതിത്രയും. ഇത് ആക്ച്വലി നമുക്ക് ഇതിൽ കൊള്ളത്തില്ലേ? ഇതിൽ നമ്മൾ കമ്മലുമാല ഇടായിരുന്നു എന്നിട്ട് അല്ലേ? ഇല്ല, കമ്മലുമാല അതിലിടാൻ പറയുന്നത്. ഇതിലിടാം നമുക്കിത്. ഒരു ഷീപ്പ് ഇതിൽ കൊള്ളത്തില്ല. എൻ്റെ കൈ വേറൊരു ചീപ്പുണ്ട്, ഹെയർ ക്ലിപ്പ്. ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. നമ്മളിനി എടുക്കാൻ പോകുന്ന കുറച്ച് ജുവൽസ് ആണ് കേട്ടോ. വാച്ച് എടുക്കുന്നുണ്ട്, ഒരു ഈ വാച്ചും എടുക്കുന്നുണ്ട്, ഒരു ഈ വാച്ചും എടുക്കുന്നുണ്ട്. ഈ 2 വാച്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ, വേറെ വാച്ചൊന്നും എടുക്കണില്ല. സോ ദിസ് വാച്ച് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഇത് പ്രത്യേകിച്ച് ഷമുദ്രകളൊന്നും ഉണ്ട്, ഇതിട്ടുണ്ടോ? ഓക്കെ, ഈ 2 വാച്ചും ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്
കയറി ഞാൻ 2 വള നോക്കുമായിരുന്നു. വളയും തുളയൊന്നും കാണുന്നില്ല. വളയൊക്കെ എവിടെ പോയാൽ എന്ത് വള എന്ത് ഇന്നലെ അവരുടെ കിടപ്പുണ്ടായിരുന്നല്ലേ. കാണത്തില്ല. ഞാനൊരു സാധനം വെച്ചാൽ പിന്നെ അത് കാണത്തില്ല. ഇതൊക്കെ എനിക്ക് ഒക്കാത്ത സാധനങ്ങൾ ഇതൊക്കെയാ. ഈ സമയത്തൊക്കെ എൻ്റെ തള്ളയുടെ വില ഞാൻ മനസ്സിലാക്കുന്നത്. അവരുണ്ടായിരുന്ന തപ്പിയെടുത്ത് തന്നേനെ. ഞാൻ വള എവിടെ വെച്ച് ഇല്ല. തുള കിട്ടി. തുള ഞാൻ ഈ ഇടയ്ക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ പോയില്ലേ, അപ്പം ഡീറ്റാൻ ചെയ്യാൻ പോയായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഊരി ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനങ്ങളെ. അപ്പോൾ ഒരു വള ഈ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഈ ഒരു വള ഇട്ടിട്ടുണ്ട്. ഓൾസോ കുറച്ച് ചെയിൻ എടുക്കാം. കുറച്ച് നല്ല ഒരെണ്ണം കയ്യിലിട്ടേക്കാം. ഇട്ടേക്കാം. നോട്ടി നോട്ടി കുസൃതി 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 എല്ലാം അങ്ങ് കുസൃതിയും കുറവ്. ഇട് വാ. അല്ലേലും അങ്ങനെ ഈ എന്തേലും സമയമില്ലാത്ത സമയാന്ന് കാണുമ്പോൾ നമുക്ക് ഈ ചെയിൻ വേണ്ട, കുഴപ്പമില്ല. ഈ ചെയിൻ ഇടാതുള്ള ബാക്കി സൗന്ദര്യം മതി നമുക്ക്. വേറെ ചെയിൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം നമുക്ക് ആ ചെയിൻ എടുക്കാം. എന്തി ചെയിൻ എന്തി? ഒരു മിനിറ്റ്. കമ്മല്, മാല, ചെരുപ്പ് മുതലായ സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഡ്രസ്സ് മാത്രം ഒതുക്കണം. ഡ്രസ്സ് ഒതുക്കണമെങ്കിൽ ട്രോളി വരണം. നമുക്ക് ചെയ്യാം. കത്തു കുറച്ച് സമയം അപ്പോഴത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. പാക്കിങ് എത്ര സുഖമുള്ള ഏർപ്പാടല്ല കേട്ടോ. നല്ല പുളി, പണ്ടാരപ്പുളി. നടുവേന എടുക്കുന്നു പറഞ്ഞല്ലേ ഗൈസ്, പണിപ്പാളിന്ന് തന്നേനെ. അപ്പം ദേ നമ്മുടെ കുഞ്ഞു ട്രോളി ബാഗിനകത്ത് ഒന്നും കൊള്ളത്തില്ലെന്ന് ഉറപ്പായിട്ട് ഞാൻ വലിയ ട്രോളി ബാഗും എനിക്ക് ഹസ്ന കൊണ്ടുവന്നു. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. നമ്മുടെ കുഞ്ഞു ട്രോളി ബാഗ്, ഇതിനകത്ത് അങ്ങനെ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൊള്ളുന്നില്ല. അങ്ങനെ ഞാൻ നമ്മുടെ വലിയ ട്രോളി ബാഗ് ഇത് ഇപ്പോൾ ഹസ്ന കൊണ്ടുവന്നത്. ഇത് ഇത്രയും പാക്ക് ചെയ്യണം. ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. സ്കിൻ കെയർ, അത് ഇത്, പിന്നെ നമ്മുടെ ഹാൻഡ് ക്യാരിക്കകത്തുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് ഇത്രയേ ഉള്ളൂ സെറ്റ് ചെയ്യാൻ. ഞാൻ സെറ്റ് ചെയ്തിട്ട് എനിക്ക് വീടും ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടണം. കാരണം നമ്മൾ പോവല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ. സോ നമുക്കിനി വാച്ച് കൊടിച്ച് നിൽക്കാതെ പരിപാടിയിലേക്ക് കിടക്കാം. തുറക്കാനാണ് സ്വല്പം പാട്. തുറക്കാനാണ് സ്വല്പം പാടുന്നു. ഇതും കൂടെ ഒക്കെ വെച്ചേക്കുന്നുണ്ട്. ഇതില് തന്നെ സ്ഥലം കുറവാ. അപ്പൊ അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, നമുക്കപ്പം ഇതിലുണ്ടായിരുന്ന ഡ്രസ്സ് ഇതിലേക്ക് മാറ്റാവേ. 1 2 3
നോക്കിയേ, നമ്മളാകെ ഒരു സ്ട്രൈറ്റ്നർ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. മുടി എന്തെങ്കിലും ഒന്ന് സ്റ്റൈൽ ചെയ്യണമെന്ന് തോന്നിയ സ്ട്രൈറ്റ്നർ വെച്ച് നമുക്ക് എല്ലാം ചെയ്യാമല്ലോ. കേൾ ചെയ്യാം, സ്ട്രൈറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാമല്ലോ. നടു വെള്ളമാവും നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്നാ അപ്പൊ കണ്ടോ എൻ്റെ നടു വെള്ളമായിരിക്കോ? അടുക്കള ഉൾപ്പെടെ കാണാം. ഇഗ്നോർ ദാറ്റ് പാർട്ട് ഗൈസ്. ഞാൻ ഈ 2 ഷൂ എടുത്തേക്കണേ. ഈ ഷൂ എടുത്തേ. പിന്നെ ചെരുപ്പ് ഞാൻ ഇതും എടുക്കുന്നുണ്ട്, ഇതും എടുക്കുന്നുണ്ട്. ഈ 2 ചെരുപ്പും എനിക്കിഷ്ടമായിട്ട് ഞാൻ ഇത് 2 എടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കാം, ഇത് എടുക്കണോ, ഈ ഹീൽസ് എടുക്കണോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇത് എടുക്കാതെ പോകാൻ എനിക്കൊരു മനസ്സ് വരുന്നില്ല. സോ ഈ 2 ചെരുപ്പ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കമ്മലൊതുങ്ങി, മേക്കപ്പ് സാധനങ്ങൾ ഒതുങ്ങി. ഇത് ഇങ്ങനെ വെക്കാം. നിങ്ങൾക്കിത് ഞാൻ വെക്കുന്ന ഒരു സാധനം കാണാൻ പറ്റണില്ലല്ലേ? എനിക്ക് മനസ്സിലായി, ആ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ അതെന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കണം. വഴിയുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പം കുറച്ചെങ്കിലും എന്നെ കാണാൻ പറ്റുന്നില്ലേ, ട്രോളിങ് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു, നമ്മളിത് ഇത് ഇവിടെ ഒരു മൂലയിലോട്ടങ്ങ് വെച്ചു. ആക്ച്വലി ഇതിനകത്ത് എൻ്റെ ഐഷാഡോ പാലറ്റ് ഇരിപ്പുണ്ട്. അതാണ് എനിക്കൊരു ഡൗട്ട്, എൻ്റെ ഐഷാഡോ പാലറ്റ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്, ഒന്നും പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ വെക്കാം. അവിടെ കുറച്ച് ഡ്രസ്സ് കൂടെ കുത്തിക്കണ്ട, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ ഇനി ആരും കാണുന്നത്, ഞാൻ തായ്ലാൻഡിലേക്ക് കുടയുമായിട്ടാണ് കഴിച്ച് പോകുന്നത്. എൻ്റെ ചോദിക്കരുത് എന്തിനാണ്. എനിക്കെന്തോ ഞാൻ ടാൻ അടിക്കില്ല, അപ്പം എനിക്ക് കുട വേണം, പിന്നെ കുടയായിട്ട് പോകുന്നു. അവിടെ പോയി നിങ്ങൾ കുട മേടിച്ചാൽ പോരെന്ന് ചോദിച്ചാൽ എനിക്ക് പുറത്തിറങ്ങുമ്പോഴേ കുടയായിട്ട് നടക്കാനാണ് ഞാൻ കുടയായിട്ട് പോകുന്നത്. ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മല് മാലയൊക്കെ ഒരു സൈഡിലോട്ട് വെച്ചു. ഷൂ വെച്ചു. ഇത് എന്തൊരിത് ഒട്ടേറ പോലെയൊക്കെ ഇരിക്കുന്നു. എന്തോ ഇത്, ചെരുപ്പ് വെച്ചു. എനിക്ക് പാക്കിങ്ങിൻ്റെ വലിയ വശമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഈ ചെരുപ്പ് നമുക്ക് ടിക്കറ്റ് വെക്കാം. ഈ കവറിൻ്റെ വെയിറ്റ് കൂടുമെന്നുള്ള എത്രയൊക്കെ വെക്കാൻ, പിന്നെ ആ കവറിൻ്റെ വെയിറ്റ് കൂടിയല്ലേ എനിക്കൊന്ന് തരണം. പിന്നെ എന്ത്, നമ്മൾ തായ്ലാൻഡ് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊപ്പിയായിട്ടാണ് പോകുന്നത്. കാണുന്നുണ്ടല്ലോ, അപ്പം ഈ തൊപ്പി. അത് ഇരിക്കൂല. ഇതെന്തൊരു പാടിത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനത്തെ കുറച്ച്, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഞാൻ ഇട്ടിട്ട് എനിക്ക് ശരിയായിരുന്നു, കറക്റ്റായിരുന്നു, അളവായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അത് 1 2 3 1 2 3 4 4 5 5 6 ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഡ്രസ്സ് എടുത്താൽ മതി. ഇത് വീണ്ടും ഗബ്രി എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഇത് ഞാൻ എന്തായാലും എടുക്കും. ഇത് അടിപൊളി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഡ്രസ്സാണ്. ഞാൻ ഇത് ഇടുമ്പോൾ നിങ്ങൾ കണ്ടോണം. തായ്ലാൻഡിൽ കിട്ടുന്ന ഞാനൊരു വെലസ്. ഞാൻ അർജുനും ആനന്ദും ഒക്കെ വിളിക്കാൻ നേരത്ത് ഞാൻ അവരുടെ കുറേ ദിവസം കൊണ്ട് പറയാം, ഞാൻ അവിടെ ഒരു വെലസ്. ഓക്കെ, സോ ഇത് നമുക്ക് എടുക്കാം. ഇത് ആക്ച്വലി നല്ലൊരു ഗൗണാണ് കേട്ടോ, ഒരു ബാക്ക് കട്ട് വരുന്ന ഗൗണാണ്. നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ വേറെ ഏതാ? ഇത് വേണ്ട. ഇത് ആനന്ദ് പറയുന്നത് ഞാൻ ഇതിടുമ്പോൾ മുറം പോലെ ഇരിക്കുമെന്നാണ്. അതുകൊണ്ട് ആനന്ദിൻ്റെ ഒരു ഒറ്റ വാക്കിൻ്റെ ബലത്തിൽ ഇത് ഞാൻ തിരിഞ്ഞെടുക്കും കേട്ടോ. ഇതിടുമ്പം ഈ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കും. ആനന്ദ് പറയും മുറം പോലെ ഇരിക്കണം. നമുക്ക് മുറം വേണ്ട. ഇത് നല്ലൊരു പീസാണ്, നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നത്.
അത് കൊള്ളാം. ഇത് വേണോ? അല്ലേ വേണ്ട. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റിലേ കട്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്. ഞാനിതൊന്ന് മടക്കിയിട്ട് വന്നാലോ, അപ്പോൾ പിന്നെ ബോറടിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് മടക്കാൻ നേരത്തൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ എൻ്റെ വെകിടത്തരൊക്കെ കണ്ട് നിങ്ങൾക്കും ബോറടിക്കും. നമ്മളെ പെട്ടി ഒരുവിധം ഒതുക്കിയിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഇത്ര ഇന്നേഴ്സൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു കിൻഡ് ഇന്നേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ആവശ്യം വരുമായിരിക്കും. വെള്ളമൊക്കെ അല്ലേ, ചിലപ്പോൾ ചാടാൻ തോന്നി ചാടിയാലോ നനഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ എന്തി ചേട്ടാ, ഇത് ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ. ഇതൊന്നും വേണ്ട. അതെന്തിയേ കണ്ടോ, എനിക്ക് വെളിവില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രശ്നം അതാ, എനിക്ക് വെളിവില്ല. എനിക്ക് ബോധവും പറയുന്ന സാധനമില്ല. ഞാൻ ഇപ്പൊ എടുത്തേ ഉള്ളൂ. ഞാനിപ്പൊ ഇതിന്റെ ഷർട്ട് എടുത്തേ ഉള്ളൂ. ഇത് കൊണ്ടുപോണോ? ഇതിനകത്ത് ഇവിടെ ഇനി 5 കിലോ എനിക്ക് കൊണ്ടുവരാൻ സ്ഥലം എനിക്കറിഞ്ഞൂടൂ. ഇവിടെ കുറേ ഡ്രസ്സ്, ഇവിടെ കുറേ ഷൂവും, പിന്നെ കുറച്ച് ഇന്നേഴ്സും, വടി, കൊട, തൊപ്പി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഒതുക്കിയിട്ടുണ്ട്. ഇനി എത്ര കിലോ ആയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ നോക്കട്ടെ. ഇവണൊക്കെ മറന്നുപോയി. ഇതടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇപ്പോൾ കുഴപ്പമില്ല. ഒരു മിനിറ്റ്. എന്നെ കാണുന്നില്ല. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. സോറി, എന്നെ കണ്ടില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? ഇതെന്താണ് അത്? ഇത് നമ്പർ കറക്റ്റ് ചെയ്യണോ? 0. ഇതെന്താണിത്? തേങ്ങ. സിബ്ബ മതിയായിരുന്നു. ഇതെന്തിനാ ഞാൻ വാങ്ങിയേ? ശാന്തി സമാധാനത്തിൽ അടിച്ചടയ്ക്കാം. ഇതിന് എത്ര കിലോ എന്നറിയാം. പിടിച്ചോണ്ട് വെക്കണോ? പിടിക്കാനുള്ള ആവത് എനിക്കുണ്ടോ? ഉണ്ടായിരിക്കും. എത്ര കിലോ ആണെന്ന് നമുക്ക് നോക്കാവേ. ഇതിൻ്റെ വല്ല വെച്ചാൽ പൊട്ടിപ്പോവോ? എനിക്ക് എത്ര കിലോയാ? 69. 89, 69, 89 കറക്റ്റ് അല്ലേ? 20 കിലോ കറക്റ്റ് 20 കിലോ. അയ്യോ, 5 കിലോ ഞാൻ അങ്ങ് എക്സ്ട്രാ ഇടും. അൺവാണ്ടഡ് ആയിട്ടൊന്നും ഞാൻ എടുക്കത്തില്ലെന്ന്. പക്ഷെ എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് വെയിറ്റ് നല്ല കുറവാട്ടോ. ഹാൻഡ് ബാഗ് അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിയാലും എനിക്ക്, വലിയൊരെണ്ണം വാങ്ങിയാലും എനിക്ക് കൊണ്ടുവരാം. എനിക്ക് 7 കിലോ ഹാൻഡ് ബാഗ് ഉണ്ട്. ഹാൻഡ് ബാഗിൽ എൻ്റെ വെയിറ്റ് നല്ല കുറവാണ്. സോ ഹാൻഡ് ബാഗിൽ എത്ര ഉണ്ട്? ഹാൻഡ് ബാഗിൽ എനിക്ക് 2 കിലോയും തികച്ചില്ല. അപ്പം എനിക്ക് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ ഹാൻഡ് ബാഗ് ഈ സാധനങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അത് നോക്കാം എന്നാൽ. എങ്ങനെയായാലും ഞാൻ 5 കിലോ ലാഭിച്ചിട്ടുണ്ടെന്നപ്പോൾ അല്ലേ? അതെ. ബാക്കിയൊക്കെ അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബാലൻസ് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ടാറ്റാ.